ഈ തിരുവോണ ദിനത്തിൽ ഞാൻ നിൽക്കുന്ന കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നമുക്ക് കാണാം നിരവധി ബസ്സുകളുണ്ട്. കർണാടകയിൽ നിന്നുൾപ്പെടെ വരുന്ന ബസ്സുകളുണ്ട്, ബാംഗ്ലൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നും വരുന്ന ബസ്സുകളുണ്ട്, മറ്റ് ജില്ലകളിൽ നിന്ന് കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ബസ്സുകളുണ്ട്. നിരവധി യാത്രക്കാർ നമുക്ക് കാണാം. KSRTCയുടെ കാസർഗോട്ടെ ഓണാഘോഷത്തിൻ്റെ ഫ്ലക്സ് ബോർഡുകളും അതുപോലെ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ളൊരു പൂക്കളവുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ പൂക്കളം എന്ത് മനോഹരമായിട്ടാണ് KSRTCയിലെ ജീവനക്കാർ ഇവിടെ ഇട്ടിരിക്കുന്നത്. അത്രയും അതായത് നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു പൂക്കളമാണ്. പക്ഷേ അതിലുപരി മറ്റൊരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. കാസർഗോഡ് ഇന്നിപ്പോൾ നബിദിനമാണ്. അതുമാത്രമല്ല തിരുവോണമാണ്. തിരുവോണത്തിൻ്റെയും നബിദിനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കാസർഗോട്ടെ എല്ലാ ഹോട്ടലുകളും ഭൂരിഭാഗം ഹോട്ടലുകളുമൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അതായത് കാസർഗോഡ് വിഷുവിനും തിരുവോണ ദിവസങ്ങളിലും ഒക്കെ തന്നെ ഇങ്ങനെ ആഘോഷത്തിൻ്റെ ദിവസങ്ങളിൽ ഈ ഭക്ഷണം കിട്ടാത്ത ഒരു വിഷമകരമായ ഒരു സാഹചര്യമാണ് കാസർഗോഡ് ജില്ലയിൽ മിക്കവാറും ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ 10 വർഷമായി കാസർഗോഡ് എത്തുന്ന KSRTC ജീവനക്കാർക്ക് ഇവിടെ ഭക്ഷണം നൽകുന്ന ഒരു പതിവുണ്ട്. ഭക്ഷണം നൽകുന്നത് കണ്ടക്ടറും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററുമായ കൃഷ്ണേട്ടനാണ്. കൃഷ്ണേട്ടൻ നമുക്കിപ്പം ചേരുകയാണ്. 10 വർഷമായിട്ട് ഭക്ഷണം കൊടുക്കുന്നു. ഏകദേശം 10 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. കൃഷ്ണേട്ടൻ ഇന്നലെ വിളിച്ചപ്പോൾ മുതൽ തന്നെ കൃഷ്ണേട്ടൻ പറയുന്നത് ഇത് പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നതല്ല എന്നുള്ളത്. അത് കാര്യം, ഒരാളെയും ഒരു പ്രശസ്തിക്കോ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇന്ന് ഭക്ഷണം കിട്ടൂല പുറത്ത്. ഭക്ഷണത്തിന് ഓണസദ്യ എന്ന് പറഞ്ഞാൽ വലിയ പൈസ വാങ്ങും. അപ്പോൾ നമ്മളിവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇന്നേ ദിവസം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. അല്ല, ഇപ്പോൾ ഈ കുറേ കാലങ്ങളായിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 10 വർഷമായിട്ട് കൃഷ്ണേട്ടൻ ഇങ്ങനെ ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചെറിയ രീതിയിലൊന്നുമല്ല കേട്ടോ. ഒരു സദ്യ, തിരുവോണ ദിനമാണ്, ഒരു സദ്യ എന്നുള്ള രീതിക്ക് തന്നെ. ചേച്ചി എന്തൊക്കെ വിഭവങ്ങളാണ്? അച്ചാറുണ്ട്, കറി, അവിയൽ, പച്ചടി, റൈസ്, പുളിശ്ശേരി, സാമ്പാർ, രസം, പായസം, പപ്പടം, എല്ലാ വിധത്തിൻ്റെ സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തോളമായി കാസർഗോഡ് ഡിപ്പോയിലെത്തുന്ന എല്ലാ തൊഴിലാളികൾക്കും ഭക്ഷണം നൽകുന്നുണ്ട്. ആഘോഷ ദിനമാണ്. പക്ഷേ ആഘോഷ ദിനത്തിൽ കാസർഗോഡ് എത്തുന്ന യാത്രക്കാരും ജീവനക്കാരുമൊക്കെ ഇങ്ങനെ പട്ടിണിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവരുടെ വയറും മനസ്സും നിറഞ്ഞ് ഇവിടെ നിന്ന് അവർ മടങ്ങും. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്.